കൺഗ്രാറ്റ്സ് ടീം ഇന്ത്യ. നമുക്കൊപ്പം സോമേഷ് പുരിവല്ലൂരും ഒപ്പം അനൂപും ചേരുന്നുണ്ട്. സോമേഷ്, ആധികാരികമായ വിജയം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വമുള്ള ഇന്നിംഗ്സാണ് രോഹിത് ശർമ്മ കളിച്ചത്. ഒരുപക്ഷെ രാഹുൽ തുടക്കത്തിൽ വീണു പോയിരുന്നെങ്കിൽ, വിരാട് കോഹ്ലി വീണുപോയ സാഹചര്യത്തിൽ നമുക്ക് 251 അത്ര വലിയ സ്കോർ അല്ലെങ്കിൽ പോലും പിന്തുടരാൻ ബുദ്ധിമുട്ടായിരുന്നു. രാഹുലിന് ഇന്നിംഗ്സ് എടുത്തു തന്നെ പറയണമല്ലേ? ഉറപ്പായും രോഹിത് ശർമ്മയുടെയും ഒപ്പം തന്നെ ശ്രേയസ് അയ്യരുടെയും KL രാഹുലിൻ്റെയും പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ടത്. രോഹിത് ശർമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, രോഹിത് ശർമ്മ ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട മികച്ച ഏകദിന അല്ലെങ്കിൽ 2020 വൈറ്റ് ബോൾ ക്യാപ്റ്റന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. 2024 T20 വേൾഡ് കപ്പ്, കഴിഞ്ഞ വർഷമാണ് 2020 വേൾഡ് കപ്പ് ഇന്ത്യ നേടിയത്. ഈ വർഷം ഒരു ICC ടൂർണമെൻറ്റിൽ കൂടി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിലൂടെ ഇന്ത്യ നേടിയിരിക്കുന്നു. ഇതിൽ 2023 നമുക്കറിയാവുന്ന പോലെ 2023 ആ ഏകദിന ലോകകപ്പ് മാത്രമാണ് രോഹിത് ശർമ്മയ്ക്ക് ഫൈനലിൽ നഷ്ടമായത്. അതും ഫൈനലിൽ എത്തിയിരുന്നു. പിന്നീട് തൊട്ടടുത്ത വർഷം 2020 വേൾഡ് കപ്പും തൊട്ടടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫിയും നേടിയിരിക്കുന്നു. അതായത് ഒരുപക്ഷെ ഈ രോഹിത് ശർമ്മ വിരമിക്കും എന്ന കണക്കുകൂട്ടലായിരുന്നു ഈ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ടീമിന് ഒരു കിരീടം നേടിക്കൊടുത്തുകൊണ്ടാണ്, ടീമിന് കൃത്യമായ ഒരു കിരീടം നേടിക്കൊടുത്തുകൊണ്ടാണ് രോഹിത് ശർമ്മ ഈ സമയത്ത് നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. രോഹിത് ശർമ്മയുടെയും രാഹുലിൻ്റെയും പെർഫോമൻസ്, ഒപ്പം വരുണിൻ്റെ ബൗളിംഗ് പെർഫോമൻസ്, ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് പെർഫോമൻസ്, കുൽദീപ് യാദവിൻ്റെ അടക്കമുള്ള ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസിസ്റ്റൻ്റായ പെർഫോമൻസ് ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി വിജയം ഉറപ്പുവരുത്തിയിരിക്കുന്നു. അനൂപിലേക്ക് തിരിച്ചു വന്നാൽ, അനൂപ്, 12 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഒരു ICC കപ്പ് നേടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതും ആധികാരിക വിജയത്തോടു കൂടി ഈ മത്സരത്തിലുടനീളം ഇന്ത്യ ആ ഒരു കൺസിസ്റ്റൻസി പുലർത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഒട്ടനവധി സംശയങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടി കണ്ടിരിക്കുകയാണ് ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയൊരു ബൗളർ കൂടി ഉദയം ചെയ്യപ്പെട്ടിരിക്കുന്നു, വരുൺ ചക്രവർത്തി. അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കുകയാണ്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ ശ്രേയസ് അയ്യരുടെ കാര്യമാണ്. ഇന്ത്യ 4ാം നമ്പറിൽ ആരെ പരീക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു കാലങ്ങളായിട്ടുള്ള ചോദ്യം. അതിന് താനാണ് അനുയോജ്യനെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന പ്രകടനം ഇന്ന് ആങ്കർ ചെയ്ത് വിരാട് കോഹ്ലി കൂടി പെട്ടെന്ന് മടങ്ങിയതോടുകൂടി ടീമിനെ നയിക്കുക, റൺ റേറ്റ് താഴാതെ സൂക്ഷിക്കുക എന്നതൊക്കെയുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കെല്ലാം അദ്ദേഹം ധീരമായി പൊരുതുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനങ്ങൾ നേരിടുന്നു. അതായത് മറുഭാഗത്ത് നിൽക്കുന്ന താരത്തിൻ്റെ സെഞ്ചുറി നേട്ടമോ മറ്റൊന്നും അദ്ദേഹം വകവെക്കുന്നില്ല. സ്കോർ വരിക, അടിക്കുക, വേഗം തീർക്കുക എന്നുള്ളത് ഇന്ന് ഒരുപക്ഷേ സഹായിച്ചതും അത് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ ഇന്ത്യ പ്രഷറിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പായിച്ചിട്ടുള്ള സിക്സറുകൾ അതിവേഗം ഇന്ത്യൻ സ്കോർ ഉയർത്തുകയും സമ്മർദ്ദം ന്യൂസിലൻഡിൻ്റെ മുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് വിരാട് കോഹ്ലി പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം കഴിഞ്ഞ കളിയിൽ അദ്ദേഹമാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ജയിപ്പിച്ചതെന്ന് മറക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യൻ ടീം ഒന്ന് ഉണർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദിന ലോകകപ്പിലെ ഫൈനൽ നാട്ടിലെ തോൽവിയിൽ നിന്നും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അടിമുടി പതറിയതിൽ നിന്ന് 2020 ലോകകപ്പ് നേടിക്കൊണ്ട് ഇപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫി നേടിക്കൊണ്ട് ടീം ഇന്ത്യ മറ്റാർക്കും ഇപ്പോൾ വെല്ലാൻ കഴിയാത്ത തരത്തിൽ ക്രിക്കറ്റിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് അനുയോജ്യരായിട്ടുള്ള ഒരു പറ്റം കളിക്കാരുണ്ട്. മറ്റൊന്നുകൂടി ഏറ്റവും ശ്രദ്ധേയമാണ്, ഈ ടൂർണമെൻറ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം, രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്നും രവീന്ദ്ര ജഡേജയുടെ ഭാഗത്തു നിന്നും വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ചില അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ, ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ്. കാരണം 2020 ലോകകപ്പ് ജയിച്ചത് പിന്നാലെ അവർ 2020 മതിയാക്കിയിരുന്നു. ഇനി ഏകദിനം മതിയാക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ അടുത്ത മണിക്കൂറുകൾ നമുക്ക് അതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന. അനൂപ്, ഈ താരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ 76 റൺസ് നോക്കൂ. ഏറ്റവും പരിചയസമ്പന്നനായ ഒരു ബാറ്റർ എന്ന നിലയിൽ ഫൈനലിൽ അത് നിർണായകമായ മത്സരത്തിൽ 83 പന്തിൽ 76 റൺസ് എടുത്ത ടീമിന് അടിത്തറ കൊടുത്തതാണ് രോഹിത് ശർമ്മ, അതേപോലെ വിരാട് കോഹ്ലി. ഇരുവരും നമുക്ക് നമ്മുടെ ടീമിന് ഇനിയും ഒട്ടേറെ ഇന്നിങ്സുകൾ കളിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് വിമർശനങ്ങളുടെ നാവരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടാണ് ഇവർ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ്. തൽക്കാലം അവരെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഓരോ കളിക്കാരനും ഓരോ കളിയിലും അവരുടെ റോൾ കൃത്യമായി നേടിയിരിക്കുന്നു, സാധ്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അനായാസമെങ്കിലും തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ വിജയം നമുക്കിപ്പോൾ ജയിക്കാൻ കഴിഞ്ഞത്. ഈ 251 എന്നുള്ളത് ദുബായിലെ പിച്ചിൽ നിന്ന് പറഞ്ഞ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം അവിടുത്തെ ഏറ്റവും മികച്ച സ്കോറുകളിൽ ഒന്നാണ്. നമ്മൾ കണ്ടതുമാണ് ഈ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യ പതറുന്നതും. അവിടെയൊക്കെ ഓരോരുത്തരും വിരാട് കോഹ്ലി നഷ്ടമാകുമ്പോൾ മറ്റൊരു താരം ഉദയം ചെയ്തു വരുന്നു. എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് കളിക്കുന്ന ഒരു സംഘം, ചാമ്പ്യൻസ് സംഘം തന്നെയാണ്, ചാമ്പ്യൻസ് തന്നെയാണ് ടീം ഇന്ത്യ ഇപ്പോഴെന്ന് പറയേണ്ടിയിരിക്കുന്നു. താങ്ക് യു അനൂപ്, വളരെ വിശദമായ വിശകലനമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് കൂടിയുണ്ട്. അൻ എക്സെപ്ഷണൽ ഗെയിം ആൻഡ് അൻ എക്സെപ്ഷണൽ റിസൾട്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുന്നത്. പ്രൗഡ് ഓഫ് അവർ ക്രിക്കറ്റ് ടീം ഫോർ ബ്രിങ്ങിങ് ഹോം ദ ICC ചാമ്പ്യൻസ് ടുഡേ. ദേ ഹാവ് പ്ലേഡ് വണ്ടർഫുള്ളി ത്രൂ ദ ടൂർണമെന്റ്. കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ടീം ടു ദി സ്പ്ലെൻഡിഡ് ഓൾ അറൗണ്ട് ഡിസ്പ്ലേ എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചിരിക്കുന്നത്. ടീം ഇന്ത്യ എഗെയിൻ ചാമ്പ്യൻസ്. 12 വർഷത്തിനു ശേഷം ആ ചാമ്പ്യൻസ് ട്രോഫി നമ്മളിങ്ങെടുത്തു.